അൻവർ MLA രാജി അല്പസമയത്തിനകം. സ്പീക്കറെ കണ്ട് രാജിക്കത്ത് കൈമാറും. നീക്കം കൂറുമാറ്റ നിരോധന നിയമപ്രകാരമുള്ള അയോഗ്യത ഒഴിവാക്കാൻ. അൻവർ ഒഴിയുന്നതോടെ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങും. എറണാകുളം അങ്കമാലി അതിരൂപത ആസ്ഥാനത്ത് സമരം അവസാനിപ്പിച്ചു വൈദികർ. സമവായത്തിന് ധാരണയായത് ഇന്നലെ രാത്രിയിലെ ചർച്ചയിൽ. ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുടെ ഇടപെടലിൽ പ്രതീക്ഷയുണ്ടെന്ന് വിമതപക്ഷം. സമസ്ത മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ചൂടാറാതെ കേക്ക് വിവാദം. സാദിഖ് അലി തങ്ങളെ വിമർശിച്ച ഹമീദ് ഫൈസി അമ്പലക്കടവിനെ സമസ്ത പദവികളിൽ നിന്ന് നീക്കണമെന്ന് ലീഗ് അനുകൂലികൾ. ഹമീദ് ഫൈസിക്ക് മറുപടിയുമായി സാദിഖ് അലി തങ്ങൾ. എല്ലാവരോടും സൗഹൃദം കാത്തി സൂക്ഷിക്കുക. ആരെങ്കിലുമൊക്കെ ക്ഷണിച്ചാൽ പോവുക. അവരെന്തെങ്കിലും കാര്യമായിട്ട് സൽക്കരിക്കുമ്പോൾ നിങ്ങൾക്കത് ഭക്ഷിക്കുക. അല്ല, എനിക്കത് വേണം, എനിക്ക് കുഴിമന്തിയേ പറ്റുള്ളൂ എന്ന് പറയണ്ട. ചിലപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സാധനമായിരിക്കും നമുക്ക് തരുന്നത്. നമ്മളത് തിന്ന അവർക്കൊരു സന്തോഷമാണ്. നാടിനെ ഞെട്ടിച്ച പത്തനംതിട്ട പീഡന കേസിൽ വിദേശത്തുള്ള പ്രതികളെ നാട്ടിലെത്തിക്കാൻ ശ്രമം. കൂടുതൽ അറസ്റ്റ് ഇന്നുണ്ടാകും. ഇതുവരെ പിടിയിലായത് 28 പേർ. കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഹണി റോസിനെ അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രാഹുൽ ഈശ്വറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചേക്കും. പോലീസ് കേസെടുക്കുക നിയമോപദേശം കിട്ടിയ ശേഷം മാത്രം. സ്ത്രീകളുടെ അഭിമാനത്തെ ചോദ്യം ചെയ്താൽ കർശന നടപടിയെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ആടിനെ കൊന്നു. ഒരാഴ്ചക്കിടെ കടുവ കൊന്നത് 3 വളർത്തുമൃഗങ്ങളെ. ഇന്നത്തെ ആക്രമണം കടുവയ്ക്കായി കൂടുവെച്ച് തെരച്ചിൽ തുടരുന്നതിനിടെ. ലോകത്തെ ഏറ്റവും വലിയ തീർത്ഥാടക സംഗമമായ മഹാകുംഭമേളയ്ക്ക് തുടക്കം. തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങി പ്രയാഗ്രാജ്. 40 കോടി ആളുകൾ എത്തുമെന്ന് പ്രതീക്ഷ. ശബരിമലയിൽ നാളെ മകരവിളക്ക്. തീർത്ഥാടകർക്കുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാകുന്നു. ഹിൽ ടോപ്പിൽ പാർക്കിംഗ് നിരോധിച്ചു. മകരവിളക്കിന് ശേഷം തീർത്ഥാടകരെ പുല്ലുമേട്ടിൽ നിന്ന് സന്നിധാനത്തേക്ക് വിടില്ല.